നേരത്തെ ആദിൽ പറഞ്ഞു നിർത്തിയത് കോഴിക്കോട്ടും മലബാർ മേഖലകളിലുമൊക്കെയാണ് റേഷൻ കടകളിൽ വലിയ പ്രതിസന്ധി എന്നാണ്. അവിടെ നിന്ന് സിനോജ് തോമസ് ചേരുന്നുണ്ട്. സിനോജ് തോമസ് നിരന്തരമായി ഈ റേഷൻ കടകളിൽ പോവുകയും അവിടെയുള്ള ആളുകളുമായും വാങ്ങുന്നവരുമായും ഒക്കെ സംസാരിക്കുന്ന ആളാണെന്നറിയാം. കോഴിക്കോട് അടക്കം മലബാർ മേഖലയിൽ ഈ റേഷൻ സമരം തീർന്നതിന് ശേഷമുള്ള സാഹചര്യം എന്താണ്? എല്ലാവർക്കും റേഷൻ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് 31-ാം തീയതിയാണ്. സുജയ പാർവതി, അടുത്ത മാസം 4-ാം തീയതി വരെ റേഷൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 2-ാം തീയതി ഞായറാഴ്ചയാണ്, അന്ന് റേഷൻ വാങ്ങാൻ കഴിയില്ല. അങ്ങനെ കണക്കാക്കിയാൽ 3 ദിവസം മാത്രമേ ജനുവരിയിലെ റേഷൻ വാങ്ങാനുള്ള സമയമുള്ളൂ. 1-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി, അങ്ങനെ 3 ദിവസം മാത്രമേ ജനുവരിയിലെ റേഷൻ വാങ്ങാൻ കഴിയുകയുള്ളൂ. നേരത്തെ പറഞ്ഞ ഒരു 72% ഉണ്ടല്ലോ, അത് ശതമാനം പറഞ്ഞ ഒരു കണക്ക് മാത്രമാണ്. കാരണം റേഷൻ കടയിൽ വരുന്നു, അരി ഇല്ലെങ്കിൽ ആട്ട അല്ലെങ്കിൽ ഗോതമ്പൊടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും റേഷൻ വാങ്ങിയ ഗണത്തിൽ വരും. അങ്ങനെയാണ് 72% എത്തിയിരിക്കുന്നത്. അങ്ങനെ 72% എന്ന് പറയുമ്പോൾ അതിൽ അരി കിട്ടാത്ത ആളുകളും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ നിൽക്കുന്നത് വെള്ളിമാട് കുന്നിലെ ഒരു റേഷൻ കടയിലാണ്. 2 അമ്മമാർ ഇവിടെ റേഷൻ വാങ്ങാൻ വന്നിരിക്കുന്നു. അകത്തേക്ക് നോക്കൂ, അവസ്ഥ നോക്കൂ. റേഷൻ കട കാലിയാണെന്ന് പറയുമ്പോഴും സർക്കാർ പറയും അരി വരുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്ന് അരി വരും? കാരണം 25-ാം തീയതിയാണ് ഈ വാതിൽപ്പടി സേവനം നൽകുന്ന കരാറുകാർ സമരം അവസാനിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ 31 ആയിരിക്കുന്നു. 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവിക വരാൻ സമരം കഴിഞ്ഞ തീർച്ചയായും സമരം കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്നിപ്പോൾ വൈകിട്ട് 4 മുതൽ 8 വരെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ സിനോജ് സൂചിപ്പിച്ചതുപോലെ നാളെയും പോയി വാങ്ങിക്കാം. അത് കഴിഞ്ഞ് 2-ാം തീയതി ഞായറാഴ്ചയാണ്, പിന്നെ 3, 4 തിങ്കളും ചൊവ്വയും, അങ്ങനെ ഇന്നടക്കം 4 ദിവസമാണ് ഇനി ബാക്കിയുള്ളത് ജനുവരിയിലെ റേഷൻ വാങ്ങാൻ. കടയുടെ അകത്തേക്ക് കയറിക്കോളൂ. അവിടെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയോ സിനോജ്? സുജയ, എന്താ പറയുക, റേഷൻ കടയിൽ എന്താ പറയുന്നത്? എത്ര വട്ടം വരുന്നു? ഞാൻ 2-ാമത്തെ പ്രാവശ്യം. അമ്മയോ? ഞാൻ ആദ്യമായിട്ട് വരിക. അരി വന്നെന്ന് അറിഞ്ഞു വന്നാണോ? അരി വന്നെന്നുള്ള അറിഞ്ഞിട്ട് ഇനി വന്നത്. പക്ഷെ അരിയില്ലല്ലോ ഇവിടെ. എന്താ അകത്തുനിന്ന് എന്താ പറയുന്നത്? എന്ന് വരാനാ പറയുന്നത്? നാളെ ചിലപ്പോ ഇന്ന് എത്തുമോ അല്ലെങ്കിൽ നാളെ വരാനാ പറഞ്ഞു. അതായത് റേഷൻ കടയുടെ ആള് തന്നെ എന്ന് എത്തുന്ന കറിക്കോട്ടെ, എന്ന് എത്തുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് എത്തും, നാളെ എത്തും എന്ന് പറയും. നാളെ എത്തിയില്ല, ഇനി തിങ്കളാഴ്ച മാത്രമേ എത്തുകയുള്ളൂ. എത്ര കാർഡുകളാണ് ചേച്ചി ഇവിടെ ഉള്ളത്? ഇവിടെ മൊത്തം കാർഡ് 1000 കാർഡുള്ളത്. അതിൽ 500 ആൾക്കാർ ഇപ്പം കൊടുത്ത്. ഇനി 500 പേര് വാങ്ങാനുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് 500 പേർക്ക് 3 ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? 4-ാം തീയതി വരെയാണ് നീട്ടിയത്. 3 ദിവസം കൊണ്ട് 500 ആൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ സമയം നീട്ടി കൊടുക്കണം. കിടക്കാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റാണ്ട് ആൾക്ക്. അതെ സുജി, അതായത് ഈ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം 3 മാസം വരെ അരി കൊടുക്കാം എന്നുള്ള നിയമമുണ്ട്. അതുകൊണ്ട് ഈ റേഷൻ വ്യാപാരികൾ പറയുന്നത് ജനുവരി മാസത്തെ, ഇനി ഇതുപോലെ വൈകി എത്തുന്ന കടകളുണ്ടാവല്ലോ, അതുകൊണ്ട് ജനുവരി മാസത്തെ റേഷൻ ഫെബ്രുവരി മാസം മുഴുവൻ കൊടുക്കാനുള്ള ഒരു സാവകാശം കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും റേഷൻ സുഗമമായി നൽകാൻ വേണ്ടി കഴിയും. കാരണം പല കടകളിലും ഈ ലോറി സമരം കാരണം പതുക്കെ, അതായത് നമുക്കറിയാം ഗോഡൌണിൽ നിന്ന് അരി കയറ്റി കൊണ്ടുവന്ന് ഓരോ കടയിൽ ഇറക്കണം, അതിനുള്ള സമയമെടുക്കും. പക്ഷേ ഈ സമരം കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ടാണ് ആൾ കടയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതുപോലുള്ള ചില കടകളിൽ ഒരു 30-40% കടകളിലേക്ക് സാധനം വരുന്നതേ ഉള്ളൂ. സമരം തീർന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നമ്മൾ ആ ഒരു ഭാഗം കൂടി മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ സിനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ അരി എത്താത്ത കടകളുണ്ട്. ആ റേഷൻ കടകളിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മലബാറിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സാധനങ്ങളില്ലാത്ത കടകൾ, ആ കടയുടമകളൊക്കെ കൃത്യമായ വിവരങ്ങൾ കൈമാറുകയും സ്റ്റോക്ക് ഉറപ്പാക്കുകയും ചെയ്ത് എത്രയും പെട്ടെന്ന് അരി വാങ്ങാനായിട്ടൊക്കെ 2 തവണ വന്നു എന്ന് അമ്മ പറയുമ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്, അത്രയും റേഷനെ ആശ്രയിക്കുന്നത് കൊണ്ടല്ലേ വരുന്നത് എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. താങ്ക് യു സിനോജ്. ഞാൻ